രാമായണം കഥകൾ. ഒന്നാമത്തെ ബാലകാണ്ഡം. അതിൽ ആദ്യം ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതളാനോ വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഇഷ്ടദേവതാ വന്ദനം. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവ ശക്തി സംഭവൻ ദേവൻ, വാരണാമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനവോളം വന്നിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവുതന്മേൽ, വാണിമാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ. രാക്ഷസ രാജാവായ രാവണൻ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്നും നേടിയ വരബലത്തിൽ ദേവന്മാർ, ഋഷിമാർ, ബ്രാഹ്മണർ എന്നിവരെയെല്ലാം കണക്കറ്റ് ഉപദ്രവിച്ചു. സഹികെട്ട് ഭൂമിദേവി ഇതിനൊരു പോംവഴി കണ്ടെത്താൻ പശുരൂപത്തിൽ ദേവേന്ദ്രനെ അഭയം പ്രാപിച്ചു. ദേവേന്ദ്രനും ഭൂമിദേവിയും മറ്റു ദേവന്മാരും എല്ലാവരും ചേർന്ന് സംഹാരേശ്വരനെ കണ്ട് സങ്കടം പറഞ്ഞു. ശിവഭക്തനായ രാവണനെ ഞാൻ എങ്ങനെ നിഗ്രഹിക്കും? അതിനായി ഒരു എളുപ്പവഴി ഞാൻ പറയാം. അങ്ങനെ ഒരു എളുപ്പവഴി പറഞ്ഞു കൊടുത്തു. അതുപ്രകാരം എല്ലാവരും കൂടി പാലാഴിയിലെത്തി വിഷ്ണു ഭഗവാനോട് സങ്കടം പറഞ്ഞു. അതിൻ പ്രകാരം വിഷ്ണു ഭഗവാൻ പുത്രന്മാരില്ലാതെ വിഷമിക്കുന്ന ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി അവതരിച്ച് രാവണ നിഗ്രഹം നടത്താമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവരെ വിടുന്നു. ഇവിടെ ഭൂമിയിൽ ദശരഥ മഹാരാജാവ് ജരാനരകൾ ബാധിച്ചെങ്കിലും പുത്രനില്ലാത്തതിനാൽ സൂര്യവംശത്തിൻ്റെ ഭാവി ഓർത്ത് അതീവ ദുഃഖിതനായിരുന്നു. കുലഗുരുവായ വസിഷ്ഠ മഹർഷിയോടെ ഉപദേശം തേടി. അതിൻ പ്രകാരം പുത്രകാമേഷ്ടി യാഗം നടത്തി. യാഗത്തിൽ നിന്ന് ഒരു ദിവ്യൻ പ്രത്യക്ഷപ്പെട്ട് സ്വർണപാത്രത്തിൽ പായസവുമായി വന്ന് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, ഇത് ഭാര്യമാർക്ക് കഴിക്കാൻ കൊടുക്കൂ. അതിൻ പ്രകാരം ദശരഥ മഹാരാജാവ് രാജ്ഞിമാർക്ക് കൊടുത്തു. രാജാവ് കൊടുത്ത പായസത്തിൽ ഒരു പകുതി കൗസല്യാദേവിക്കും ഒരു പകുതി കൈകേയി ദേവിക്കും ആണ് കിട്ടിയത്. അവർക്ക് കിട്ടിയതിൽ ഓരോ ഭാഗം അവർ സുമിത്ര രാജ്ഞിക്ക് കൊടുത്തു. അതായത് രണ്ടുപേരും സുമിത്ര രാജ്ഞിക്ക് കൊടുത്തു. അവരുടെ പങ്കിൽ നിന്ന് ഒരു ഭാഗം. മക്കളുണ്ടായപ്പോൾ കൗസല്യാദേവിക്കും കൈകേയി ദേവിക്കും ഓരോ പുത്രന്മാരും. പ്രസാദത്തിൻ്റെ 2 ഭാഗം കഴിച്ച സുമിത്രാദേവിക്ക് 2 പുത്രന്മാരും ജനിച്ചു. രാജാവ് അതീവ സന്തോഷവാനായി. എല്ലാവർക്കും വിശേഷപ്പെട്ട സമ്മാനങ്ങൾ നൽകി. കുട്ടികൾക്ക് യഥാക്രമം രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന് നാമകരണവും നടത്തി. ദീർഘദൃഷ്ടിയുള്ള വസിഷ്ഠമുനി ആണ് കുട്ടികൾക്ക് പേരിട്ടത്. എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ ഒന്നിച്ച് കളിച്ചു വളർന്നു. പിന്നെ ആയോധന, ശസ്ത്ര, അസ്ത്ര വിദ്യകൾ എല്ലാം കുലഗുരു തന്നെ പഠിപ്പിച്ചു. പഠനം കഴിഞ്ഞ് ഇരിക്കുന്ന കാലത്ത് വിവാഹത്തെക്കുറിച്ച് ദശരഥ മഹാരാജാവ്
ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിശ്വാമിത്ര മഹർഷിയുടെ വരവ്. മഹർഷിയെ യഥാവിധി അർഘ്യപാദ്യാദികളോടെ സ്വീകരിച്ചു. ഷോഡശോപചാരങ്ങൾ നൽകി. രാജാവും മഹർഷിയും വളരെ സന്തോഷവാന്മാരായി. മഹർഷി രാജകുടുംബത്തെ ആശീർവദിച്ചു. അതിനുശേഷം ആഗമനോദ്ദേശം ആരാഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് യാഗരക്ഷാർത്ഥം ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണെന്ന്. രാജാവ് അതീവ ദുഃഖിതനായി. രാമനെ വേർപെട്ടാൽ മരിച്ചു പോകും എന്നുവരെ പറഞ്ഞു. അപ്പോഴാണ് മഹർഷി പറയുന്നത് രാമനെ തന്നില്ലെങ്കിൽ കുലം മുടിയുമെന്ന്. മാത്രമല്ല ഇത് ഭഗവാന്റെ ഇച്ഛയാണെന്നും കൂട്ടിച്ചേർത്തു. അവതാര രഹസ്യവും വെളിപ്പെടുത്തി കൊടുത്തു. ഇത് കേട്ടതും ദശരഥ മഹാരാജാവ് സമ്മതിച്ചു. അങ്ങനെ കൂട്ടിനായി ലക്ഷ്മണനെയും ഒപ്പം അയച്ചു. രാജാവ് കുമാരന്മാരെ ഗാഢാശ്ലേഷം ചെയ്ത് യാത്രയയച്ചു. അങ്ങനെ മുനിയും രാജകുമാരന്മാരും കാട്ടിലൂടെ യാത്ര തുടർന്നു. വഴിയിൽ വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ ബല അതിബല മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. മാത്രമല്ല കൂടുതൽ ആയുധവിദ്യകളും പഠിപ്പിച്ചു. കാമാശ്രമം പിന്നിട്ട് താടകാവധം കഴിഞ്ഞ് സിദ്ധാശ്രമത്തിലെത്തി. അതാണ് മഹാബലിയുടെയും വാമനൻ്റെയും കഥ നടന്ന സ്ഥലം. ആശ്രമത്തിലേക്ക് അവരെ സന്തോഷത്തോടുകൂടി മുനിമാർ സ്വീകരിച്ചു. കുമാരന്മാർക്ക് ആ പ്രദേശം വളരെ ഇഷ്ടപ്പെട്ടു. സൽക്കാരമെല്ലാം കഴിഞ്ഞ് അല്പം വിശ്രമിച്ച് ശേഷം രാമൻ പറഞ്ഞു, അങ്ങ് യാഗം തുടങ്ങിക്കോളൂ, ഞങ്ങൾ രക്ഷിക്കാം. അതിൻ പ്രകാരം യാഗം തുടങ്ങി. അസുരന്മാർ രക്തവും മാംസവും ആകാശത്തു നിന്നും താഴേക്കിടുന്നു. ഇതോടെ രാമലക്ഷ്മണന്മാർ അതിലെ പ്രമുഖരായ സുബാഹുവിനെ വധിക്കുകയും മാരീചൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അവസാനം ഗത്യന്തരമില്ലാതെ ശ്രീരാമനിൽ തന്നെ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. അഭയം അഭ്യർത്ഥിക്കുന്നവരെ ഉപേക്ഷിക്കാൻ വയ്യാത്തതിനാൽ രാമൻ സ്വീകരിക്കുന്നു. അങ്ങനെ അഭയാർത്ഥിയായി മാരീചൻ തുടർന്നു. യാഗം മുടക്കം കൂടാതെ നടന്നു. പിറ്റേന്ന് എല്ലാവരും സന്ധ്യാവന്ദനം കഴിഞ്ഞിരിക്കുമ്പോൾ വിശ്വാമിത്രമുനി പറയുന്നു, മിഥില രാജ്യത്ത് ഒരു യാഗം നടക്കുന്നുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. അവിടെ ത്രയംബകം എന്നൊരു വില്ലുണ്ട്. അത് കണ്ട് നമുക്ക് അയോധ്യയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങാം. അവർ പുഷ്പവനവും ശരവണപ്പൊയ്കയും ഗംഗയും പിന്നിട്ട് ഗൗതമ മഹർഷിയുടെ യാഗശാലയിലെത്തി. ശാപമൂലം കല്ലായിത്തീർന്ന അഹല്യാദേവിക്ക് ശാപമോക്ഷവും നൽകി. അതുകഴിഞ്ഞ് മിഥിലാപുരിയിലെത്തിയപ്പോൾ അവിടെ സ്വയംവരാഘോഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എത്തിയ കുമാരന്മാരെയും മുനിയെയും ജനക മഹാരാജാവ് അത്യാഹ്ലാദപൂർവം സ്വീകരിച്ചു. അവർ എത്തിപ്പെട്ടത് മിഥിലയിൽ സ്വയംവരോത്സവത്തിൻ്റെ ചടങ്ങിലേക്കാണ്. അങ്ങനെ ത്രയംബകം കാണുന്നു. സകല രാജാക്കന്മാരും തോറ്റു പിന്മാറുന്നു. വിശ്വാമിത്രമുനി ശ്രീരാമനോട് ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറയുന്നു. ക്ഷണനേരം കൊണ്ട് രാമൻ വന്നു നിന്നു, കണ്ടു, തൊഴുതു. ശിവചാപം വലിച്ചു മുറിക്കുന്നു. അതിഭയങ്കര ശബ്ദത്തോടെ ശിവചാപം രണ്ടായി മുറിഞ്ഞു വീഴുന്നു. ജനക മഹാരാജാവ് ഓടിച്ചെന്ന് ശ്രീരാമനെ ആലിംഗനം ചെയ്യുന്നു. വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സീത ശ്രീരാമൻ്റെ കഴുത്തിൽ വരണമാല്യം ചാർത്തി. കാര്യം അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഈ വില്ല് കുലച്ച് ജയിക്കുന്ന ആരാണോ അവർക്ക് തൻ്റെ മകളായ സീതയെ കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജനക മഹാരാജാവ്.
അങ്ങനെയാണ് എല്ലാ രാജാക്കന്മാരും അവിടെ വന്ന് പരിശ്രമിച്ചു നോക്കി. പക്ഷെ എല്ലാവരും തോറ്റു പിന്മാറി. ശ്രീരാമൻ മാത്രം ആ ഒരു ഉദ്യമത്തിൽ ജയിച്ചു. അങ്ങനെ സീത ശ്രീരാമൻ്റെ കഴുത്തിൽ വരണമാല്യം ചാർത്തി. പിന്നീട് ദശരഥ മഹാരാജാവിനെ ദൂതർ മുഖേന പത്രം കൊടുത്തയച്ച് വരുത്തുന്നു. ദശരഥ മഹാരാജാവിനോട് കാര്യങ്ങളെല്ലാം വിശദമായി ജനക മഹാരാജാവ് പറയുന്നു. അങ്ങനെ 4 പുത്രിമാരുള്ള ജനക മഹാരാജാവും 4 പുത്രന്മാരുള്ള ദശരഥ മഹാരാജാവും അന്യോന്യം പറഞ്ഞുറപ്പിക്കുന്നു. രാമൻ സീതയെയും ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം ചെയ്യുന്നു. വിവാഹ ആഘോഷം വളരെ കെങ്കേമമായി നടന്നു. സീതയ്ക്ക് എണ്ണമറ്റ ആനതേർക്കാലാൽ അങ്ങനെ പടകൾ ഒക്കെ കൊടുക്കുന്നു. സ്വർണങ്ങളും രത്നങ്ങളും ദാസിമാരെയും മന്ത്രികൾ ഇവരെല്ലാം ജനക മഹാരാജാവ് നൽകുന്നു. വിവാഹം കഴിഞ്ഞ് എല്ലാവരുമായി രാജാവ്, രാജ്ഞിമാർ, രാജകുമാരന്മാർ, അവരുടെ പത്നിമാർ, മന്ത്രി, പ്രവരർ എല്ലാവരും അടങ്ങുന്ന വലിയൊരു ജനാവലി വാദ്യഘോഷങ്ങളോടെ വെൺകൊറ്റക്കുട, വെൺചാമരങ്ങൾ, കൊടികൾ എല്ലാമായി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. ജനക മഹാരാജാവ് യാത്രയാക്കാൻ വന്നിരുന്നു. യാത്രാമധ്യേ പരശുരാമനെ കാണുന്നു. വളരെ ക്രുദ്ധനായ അദ്ദേഹം പരശുവും കയ്യിലേന്തി വഴിമുടക്കുന്നു. ദശരഥ മഹാരാജാവ് ഇറങ്ങിച്ചെന്ന് ഞങ്ങളെ ഉപദ്രവിക്കരുതേ, രക്ഷിക്കണം എന്നപേക്ഷിക്കുന്നു. ഇത് കേൾക്കാതെ വകവയ്ക്കാതെ ക്രുദ്ധിക്കുന്നു. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ എന്ന് ചോദിച്ച് അവർ വളരെ ദേഷ്യപ്പെടുന്നു. അത് ഭൃഗുരാമൻ അഥവാ പരശുരാമനായിരുന്നു. പരശു കയ്യിലേന്തിയിട്ടുള്ള പരശുരാമനായിരുന്നു. അദ്ദേഹം പറയുന്നു, എൻ്റെ കയ്യിലുണ്ടൊരു ചാപം, വൈഷ്ണവ ചാപം, അത് നിങ്ങൾക്ക് മുറിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു വെല്ലുവിളി നടത്തുന്നു. ശ്രീരാമൻ മന്ദഹാസത്തോടെ പതുക്കെ പോയി പറയുന്നു, അങ്ങയുടെ ഈ വാക്കുകൾ അന്തകാന്തകൻ പോലും ലംഘിക്കാൻ സാധിക്കില്ല. അത്രയും തീക്ഷ്ണമായ വാക്കുകൾ ആയതിനാൽ ശ്രമിച്ചു നോക്കാം. സാധിച്ചില്ലെങ്കിൽ തിരുവിളക്കേട് ഉണ്ടാകരുത് എന്നപേക്ഷിക്കുന്നു. ഇത് കേട്ടതും ഭൃഗുരാമൻ ശാന്തനായി ഒരുപാട് ശ്രീരാമനെ സ്തുതിക്കുന്നു. മാത്രമല്ല വൈകുണ്ഠനാഥനെ, സാക്ഷാൽ ശ്രീനാരായണനെ കാണാൻ കഴിഞ്ഞതിൽ കൃതാർത്ഥനായി, ജന്മസാഫല്യമായി എന്നൊക്കെ പറയുന്നു. ദേവകൾക്ക് പോലും അപ്രാപ്യമായ ഒന്നാണ് ഇപ്പോൾ തനിക്ക് സാധിച്ചത് എന്ന് ആനന്ദാതിരേകത്താൽ പറയുന്നു. അങ്ങനെ ഒരുപാട് നേരം ഭഗവാനെ, ശ്രീരാമനെ സ്തുതിക്കുന്നു. ഭാർഗവരാമൻ തൻ്റെ ശക്തി കൂടി ആ ത്രയംബകം വില്ലിലേക്ക് ആവാഹിക്കുന്നു. എവിടേക്കാണ് ശാപം അയക്കേണ്ടത് എന്ന് ശ്രീരാമൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ ശക്തി മുഴുവൻ, വൈഷ്ണവ തേജസ്സെല്ലാം നിന്നിലേക്ക് ആവാഹിക്കുവാനാണ് ഞാൻ ഈ ശരാസനം തരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ശ്രീരാമൻ പറയുന്നു, അങ്ങയുടെ ഉള്ളിൽ എന്തൊക്കെയാണോ എനിക്ക് തരാനായി ഉദ്ദേശിച്ചത് അതെല്ലാം എനിക്ക് തന്നാലും. അതിൽ പിന്നീട് പരശുരാമൻ ശ്രീരാമനെ സ്തുതിക്കുന്നു. അവസാനം പറയുന്നു, അന്ത്യകാലത്തിൽ ഭവത് സ്മരണ ഉണ്ടാകാൻ കനിയനെ എന്നപേക്ഷിക്കുന്നു. മാത്രമല്ല എല്ലാവരോടുമായിട്ട് ഇക്കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ എന്ന് ശ്രീരാമൻ മറുപടി പറയുന്നു. മാത്രമല്ല പരശുരാമ സ്തുതി ആര് ജപിക്കുന്നു അവർക്ക് നന്നായി വരും, നല്ലത് വരണം എന്നൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് പരശുരാമൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ തഥാസ്തു പറയുന്നു ശ്രീരാമൻ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അതിൽ പിന്നീട് ഉൾത്തൂർന്ന ഭക്തിയോടെ പരശുരാമൻ മഹേന്ദ്രാചലം പോകുന്നു. ശ്രീരാമനും പരിവാരങ്ങളും അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു.
അവർ അയോധ്യയിലെത്തി ഭാര്യമാരുമായി സന്തോഷത്തോടെ ജീവിച്ചു. ബാലകാണ്ഡം കഥ സമാപ്തി. ജയ് ശ്രീറാം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.